തക്കാളി, ഉള്ളി എല്ലാം കൂടെ ചേർത്തൊരു ചാറ് കറി ഉണ്ടാക്കാം. അതിനായി ഒരു മീഡിയം വലിയ മുരിങ്ങയ്ക്ക കട്ട് ചെയ്ത് ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ചെറിയ തക്കാളി അരിഞ്ഞത്, ഒരു ഉള്ളി അരിഞ്ഞത്, 6 പച്ചമുളക് കീറിയത്, ഒരു 2 കറിവേപ്പില, ആവശ്യത്തിന് കടുക്, താളിക്കുന്നതിനായി കറിവേപ്പില, ചുമന്ന മുളക്, ഉള്ളി അരിഞ്ഞത്, തേങ്ങ അരപ്പിനായി 1/2 കപ്പ് തേങ്ങ, 2 വെളുത്തുള്ളി, 2 ചുമന്നുള്ളി, ജീരകം, ഉപ്പ്, വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെള്ളം, മഞ്ഞൾപ്പൊടിയും ലേശം മുളക് പൊടിയുമാണ് ഈ കറിക്ക് ആവശ്യമുള്ള മസാലപ്പൊടി. ആദ്യം നമുക്ക് പാത്രം എടുത്ത് അതിലേക്ക് മുരിങ്ങയ്ക്ക, തക്കാളി, ഉള്ളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതൊക്കെ വേവാൻ ആവശ്യമുള്ള വെള്ളം എല്ലാം കൂടി ചേർത്ത് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇളക്കിയ ശേഷം അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അടുപ്പം തുറക്കാം. മുരിങ്ങയ്ക്ക, തക്കാളി, ഉള്ളിയൊക്കെ ചെറുതായി ഒന്ന് വെന്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വേവട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. എടുത്ത് അതിലേക്ക് 2 ചുവന്നുള്ളി, 2 വെളുത്തുള്ളി, ആവശ്യത്തിന് തേങ്ങ തിരുമ്മിയത്, അര ടീസ്പൂൺ ജീരകം, തേങ്ങ അരിയുന്നതിന് ആവശ്യത്തിന് വെള്ളം, എല്ലാം അടച്ച് വെച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുത്തിട്ടുണ്ട്. തക്കാളി, മുളകെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. കടപ്പം തുറക്കാം. മുരിങ്ങയ്ക്കയും തക്കാളിയെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരപ്പ് ചേർക്കാം. ചേർത്തിളക്കി വീണ്ടും അടച്ചു വെച്ച് തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വേവിക്കും. നമുക്കതോടൊപ്പം തന്നെ ജാറ് കഴുകിയ വെള്ളം കൂടെ ചേർക്കാം. വീണ്ടും അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കടപ്പം തുറക്കാം. കറിയൊക്കെ നല്ലതുപോലെ വെച്ച് കുറുകിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇളക്കി കൊടുത്ത് അടച്ചു വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് താളിച്ച് ചേർക്കാം. ഞാൻ ചെറിയൊരു പാൻ എടുത്ത് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കും.
താളിപ്പിന് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാകട്ടെ. ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി കടുകെല്ലാം നല്ലതുപോലെ പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. 2 വറ്റൽമുളക്, എന്നിട്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും ചേർത്തൊന്ന് മുറിച്ചെടുക്കുക. താളിപ്പ് നമുക്ക് പറയാം. 2-3 മിനിറ്റ് കഴിഞ്ഞ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. അടപ്പം തുറക്കാം. നമുക്കെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. മുരിങ്ങയ്ക്ക തക്കാളി ചാറ് കറി റെഡി. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അടപ്പൊന്ന് തുറക്കാം. മുരിങ്ങയ്ക്ക തക്കാളി ചാറ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. തക്കാളി, മുരിങ്ങയ്ക്ക, ഉള്ളി ചാറ് കറി റെഡി ആയിട്ടുണ്ട്.